ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ പിതാവായ ദൈവത്തിന് ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് അവിശ്വാസമുള്ള ഹൃദയം. അതിനു മുമ്പ് വിശ്വാസമുള്ള ഹൃദയം അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? എബ്രായ ലേഖനം 11:6 എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തെ നമുക്ക് ഈ കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. നമ്മളത് കണ്ടിട്ടില്ല. പക്ഷേ അതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇവിടെ വിശ്വാസം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്തെല്ലാം സൽപ്രവൃത്തികൾ ചെയ്താലും പിതാവായ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്താണ് പ്രയോജനം? ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി അതെന്താണ്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യഹൂദന്മാർ ചോദിച്ചു. ക്രിസ്തു പറഞ്ഞു, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. പക്ഷേ അതിന് പലരും തയ്യാറായില്ല. ഇന്നും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. വിശ്വസിക്കുവാൻ യാതൊരു പൈസയും വേണ്ട. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിന് കീഴടങ്ങിയവർ ദൈവം പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാർ അത് കണ്ടു. അവരുടെ കൂട്ടത്തിൽ തോമസ് ഉണ്ടായിരുന്നില്ല. കാണാതെ വിശ്വസിക്കുവാൻ തോമസ് തയ്യാറായില്ല. ജീസസ് സെഡ് ടു ഹിം, ഹാവ് യു ബിലീവ്ഡ് ബിക്കോസ് യു ഹാവ് സീൻ മീ? ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹാവ് നോട്ട് സീൻ ആൻഡ് യെറ്റ് ഹാവ് ബിലീവ്ഡ്. പിന്നെ തോമസ് ഉള്ള സമയത്ത് യേശു പ്രത്യക്ഷപ്പെട്ടു. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ കാണാതെ ക്രിസ്തുവിനെ വിശ്വസിക്കുകയാണ്. വിശ്വാസം അതെന്താണ്? ഇല്ലാത്തൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് മിഥ്യാധാരണയിൽ കഴിയുന്നതല്ല വിശ്വാസം. ഉള്ളതാണെങ്കിലും ഇപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പാണ്. കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. ഇല്ലാത്ത കാര്യത്തിൻ്റെ ഉറപ്പല്ല, ഉള്ള കാര്യമാണ്. ആ യാഥാർത്ഥ്യം നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. നാം സ്വർഗത്തിൽ പോകും, വിശ്വസിക്കുന്നു. നമ്മൾ സ്വർഗത്തിൽ എത്തിയിട്ടില്ല, സ്വർഗം നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷേ സ്വർഗം അവിടെയുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങോട്ട് എത്തും എന്ന് നാം ആശിക്കുന്നു, 100% വിശ്വസിക്കുന്നു. ഇതുപോലെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. അത് യാഥാർത്ഥ്യമാണ്, നമ്മളത് കണ്ടിട്ടില്ല. പക്ഷേ ആ സത്യം വിശ്വസിച്ചപ്പോൾ നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം. ഉള്ള കാര്യം വിശ്വസിക്കുന്നത് യഥാർത്ഥ വിശ്വാസം. ഉള്ള കാര്യത്തെ വിശ്വസിക്കാതിരിക്കുന്നത് ദുഷ്ടഹൃദയം ഉള്ളതുമൂലം. നിങ്ങളിൽ ആർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ എന്നാണ് തിരുവചനം. നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? കൃപയാലാണ് വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല. ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്ന് വിശ്വസിച്ചോ. പ്രവൃത്തി, തീർത്ഥാടനം, കൂദാശകൾ, ധാരാളം ചടങ്ങുകൾ ഇതൊന്നും ചെയ്തില്ല. കൃപയാലാണ് വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത്.
എന്നാൽ നമുക്ക് വിശ്വസിക്കാൻ മനസ്സില്ല എങ്കിലോ നാം രക്ഷിക്കപ്പെടുകയില്ല. നിത്യശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുകയില്ല. സക്കറിയ പുരോഹിതനോട് മാലാഖ അരുളപ്പാട് കൊടുത്തു യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച്. പക്ഷേ വൃദ്ധനായ സക്കറിയാവ് സംശയിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? എന്നാൽ മറിയത്തോട് ദൈവത്തിൻ്റെ ദൂതൻ സംസാരിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. മറിയം അത് വിശ്വസിച്ചു. പിന്നീട് മറിയം എലിശബത്തിനെ കാണാൻ പോകുന്നുണ്ട്. എലിശബത്തിനൊരു കാര്യം മനസ്സിലായി, മറിയം ഭാഗ്യവതിയാണ്. കാരണം ദൈവം പറഞ്ഞത് നടക്കുമെന്ന് മറിയം വിശ്വസിച്ചു. ദൈവത്തെയും അവിടുത്തെ വചനത്തെയും ദൈവം പറഞ്ഞതെല്ലാം നിശ്ചയമായും നടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ഹൃദയം, അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹൃദയമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:45. ബ്ലെസ്സഡ് ഈസ് ഷീ ഹൂ ഹാസ് ബിലീവ്ഡ് ദാറ്റ് ദ ലോർഡ് വുഡ് ഫുൾഫിൽ ഹിസ് പ്രോമിസസ് ടു ഹെർ. ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ നിവർത്തിക്കും, ദൈവം അത് നിവർത്തിക്കും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടു? യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയപൂർവ്വം ഇക്കാര്യം വിശ്വസിച്ചാൽ നിത്യശിക്ഷാവധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സ്വർഗത്തിലേക്ക് പോകാം. ഒരു കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ എന്താണ് ചെയ്യേണ്ടത്? അനുഷ്ഠാനങ്ങളും കൂദാശകളുമല്ല, ചടങ്ങുകളുമല്ല, പണം കൊടുത്ത് ദൂരയാത്രകളുമല്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇസ്രായേൽ ജനത ജീവിക്കുന്ന ദൈവത്തെ നേരിട്ട് കണ്ടവരാണ്. അവിടുത്തെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്, സ്വർഗത്തിലെ മാലാഖമാരുടെ ഭക്ഷണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി അവർ അനുഭവിച്ചു. ദൈവം അവരുടെ കൂടെ ഉണ്ട് എന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത്രയും ശക്തമായി ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവരിൽ പലരും അവിശ്വസിച്ചു. ഇതുപോലെ നമ്മൾ വിശ്വാസികളാണ്, യേശുവിൽ വിശ്വസിച്ചവരാണ്. എന്നാൽ ഏതെങ്കിലും രീതിയിൽ അവിശ്വാസം ഏതെങ്കിലും പ്രത്യേക ഘട്ടത്തിൽ കയറുവാൻ നമ്മുടെ ഹൃദയത്തിൽ അതിനിടം കിട്ടരുത്. ഒരുപാട് ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ ഇന്ന് ക്രിസ്തീയ സമൂഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെല്ലാ ഇടങ്ങളിലും. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുവാൻ പ്രേരണ തരുന്ന ഒരുപാട് അക്രമങ്ങൾ, പീഡകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വിശ്വസ്തരായവർ ഈ പീഡനങ്ങളിലും ജീവൻ്റെ വചനത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുകയാണ്. ജീവൻ പോയാലും വിശ്വാസം ത്യജിക്കുന്നില്ല. ഏറ്റവും വലിയ അപകടം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എന്താണ്? എബ്രായ ലേഖനം 3:12. സഹോദരന്മാരെ, ഇത് വിശ്വാസികളോടാണ് പറയുന്നത്. അവിശ്വാസികൾ നേരത്തെ അവിശ്വാസികൾ തന്നെയാണല്ലോ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. സഭയിൽ വന്നു, സ്നാനപ്പെട്ടു, കുറച്ച് വർഷം നല്ല വിശ്വാസിയായിരുന്നു. പിന്നെ ലോകമോഹം, വസ്തുമോഹം, ജഡത്തിൻ്റെ പ്രവൃത്തികൾ, കൺമോഹം, ദുരുപദേശങ്ങൾ, അതിൻ്റെ എല്ലാം പിടിയിൽ വീണ് അവിശ്വാസം വന്നു. ഒരു വിശ്വാസിക്ക് അവിശ്വാസം വന്നാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. അവിശ്വാസിയുടെ ഹൃദയം നല്ല ഹൃദയമല്ല, ദുഷ്ടഹൃദയം. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് ഈ വിശ്വാസികൾ ഭാഗ്യവാന്മാരാണ്. അവർ ജീവനില്ലാത്ത ഏതെങ്കിലും പ്രതിമയെയോ മരിച്ചുപോയ പുണ്യാളന്മാരെയോ ഒന്നുമല്ല ആരാധിക്കുന്നത്.
ജീവനുള്ള ദൈവത്തെയാണ്. അത് മഹാഭാഗ്യമാണ്. ഇന്ന് ലോകത്തിൽ ഒരുപാട് ആളുകൾക്ക് ജീവനുള്ള ദൈവം ആരാണെന്ന് മനസ്സിലാക്കാനോ ആ ദൈവത്തോടടുത്ത് ബന്ധപ്പെട്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം ആസ്വദിച്ച് ജീവിക്കാനോ കഴിയുന്നില്ല. തികച്ചും അന്ധവിശ്വാസം. ഇല്ലാത്ത എന്തോ ഒന്ന് ഉണ്ട് എന്ന് കരുതി അവർ ആ കാര്യത്തിൽ ചിലപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത, നടക്കാൻ പറ്റാത്ത, കാണാൻ കഴിയാത്ത ഒരു പ്രതിമയിലാണ് വിശ്വാസം അർപ്പിക്കുന്നത്. അത് ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസമല്ല, അത് അന്ധവിശ്വാസമാണ്. എന്നാൽ ജീവനുള്ള കർത്താവിനെ വിശ്വസിക്കുവാൻ ഒരുവന് സാധിക്കുകയും പിന്നീട് ചില സാഹചര്യങ്ങളാൽ അവിശ്വസിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് നല്ല ഹൃദയമല്ല ഉള്ളത്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവരാണ് ശിഷ്യന്മാർ. യേശു മരിച്ചു, അടക്കപ്പെട്ടു. യേശുവിനെ കാണാനില്ല. എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ പോവുകയാണ്. അവരുടെ മനസ്സിൽ അവിശ്വാസമാണ്. യേശു എവിടെ പോയി? ഇനി ഞങ്ങൾ എന്തു ചെയ്യും? യേശുവിനെ എല്ലാവരും കൂടി ക്രൂശിച്ചു കൊന്നു. അപ്പോൾ യേശു ക്രിസ്തു വേഷം മാറി അവരുടെ കൂടെ നടന്നു. എന്നിട്ട് ക്രിസ്തു ഇപ്രകാരം കഷ്ടം സഹിക്കണം, 3-ാം നാൾ ഉയർക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള പഴയ നിയമ തിരുവെഴുത്തുകൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരുടെ അവിശ്വാസമുള്ള ഹൃദയത്തിലേക്ക് ക്രിസ്തുവിൻ്റെ വചനവ്യാഖ്യാനം തുളച്ചു കയറിയപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുവാൻ തുടങ്ങി. ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ, വർഷങ്ങളോളം കർത്താവിൻ്റെ കൂടെ നടന്ന ഈ 2 പേർക്ക് ക്രിസ്തു മരിച്ചപ്പോൾ ഉയർക്കുമെന്നുള്ള വിശ്വാസമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, ലൂക്കോസ് 24:25, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ഇവർ ബുദ്ധിഹീനരാണ്, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. ഇന്ന് പലരും പഠിച്ച് യേശുവിലൊന്നും ബൈബിളിലൊന്നും വിശ്വസിക്കാത്തവരുണ്ട്. ഭയങ്കര ജ്ഞാനികളെന്നാണ് അവരുടെ ധാരണ, ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾ. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ഈ ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിവില്ല എങ്കിലും രാഷ്ട്രീയം, ശാസ്ത്രീയം, രാഷ്ട്രീയമായ കാര്യങ്ങൾ, ശാസ്ത്രീയമായ സത്യങ്ങൾ, വിവിധ ഭാഷകൾ, ഇതിനെക്കുറിച്ചുള്ള പരിജ്ഞാനമൊന്നുമില്ല എങ്കിലും മന്ദബുദ്ധിയാകാതെ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം കൊണ്ട് നടക്കാതെ വിശ്വാസിയായിരുന്നാൽ മതി. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. തോമസ് ലീഹ യേശുവിൻ്റെ കൂടെ നടന്നവനാണ്. പക്ഷേ മർക്കോസ് 16:14, ഇനി ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന തോമസ് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന മറ്റു ശിഷ്യന്മാരും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മർക്കോസ് 16:14, പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷമുള്ള പ്രത്യക്ഷതയാണ് ഇവിടെ പറയുന്നത്. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മറിയത്തിനാണ്. യേശുവിൻ്റെ സ്വന്തം അമ്മയ്ക്കല്ല, മഗ്ദലേന മറിയത്തിന്. ചില സ്ത്രീകളും അത് കണ്ടു. ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. ഹൃദയം കഠിനപ്പെടുമ്പോഴാണ് അവിശ്വാസം
അങ്ങ് വേരൂന്നുന്നത്. അപ്പസ്തോലനായ പൗലോസ് യേശുവിനെ ദർശനത്തിൽ നേരിട്ട് കണ്ടവനാണ്. ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞവനാണ്. രക്ഷയുടെ സന്ദേശത്തിൻ്റെ വില അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചും ഈ സുവിശേഷം അദ്ദേഹം മറ്റുള്ളവരോട് പറയുകയാണ്. എതിർപ്പുകളുണ്ട്. പൗലോസ് രക്ഷാസുവിശേഷം പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചു, ചിലരോ അവിശ്വസിച്ചു. അവിശ്വസിക്കുക മാത്രമല്ല, എതിർക്കാനും തുടങ്ങി സുവിശേഷം വിശ്വസിച്ചവരെയും. ഇന്നും ലോകത്തിൽ ഇത് സംഭവിക്കുന്നു. ചിലർ യേശുവിനെയും സുവിശേഷത്തെയും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിശ്വസിച്ചവരെ എതിർക്കുകയും ചെയ്യുന്നു. അനേകർ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നു. വിശ്വസിച്ചവരെ പോലും പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുവാൻ ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, മറ്റു പലയിടങ്ങളിലും സംഭവിക്കുന്നു. ദുഷ്ടഹൃദയമുള്ള അവിശ്വാസികൾ മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കാൻ പോലും ഭീഷണിയും മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു. വിശ്വസിച്ചവരെ പോലും പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുവാൻ വെല്ലുവിളികളും ഭീഷണിയും ഉയർത്തുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:1. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ, അതായത് പൗലോസ്, അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് പൗലോസ് പറഞ്ഞ സുവിശേഷം വിശ്വസിക്കാതെ കഠിനപ്പെട്ടു. കാരണം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം അവരുടെ ഹൃദയ കാഠിന്യത്തെ ശാസിച്ചു. ഹൃദയം കഠിനപ്പെടുമ്പോൾ ഈ സുവിശേഷ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചു. യേശുക്രിസ്തു വഴിയും സത്യവും ജീവനുമായ ദൈവപുത്രൻ സത്യമായി സംസാരിച്ചു. ജീവൻ്റെ വചനം സംസാരിച്ചു. മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായിട്ടുള്ള നിത്യജീവൻ്റെ മൊഴികൾ കർത്താവിൻ്റെ പക്കലുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തു പറഞ്ഞ ഈ സത്യവചനങ്ങൾ പല യഹൂദന്മാർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്ന് ലോകത്തിലെ ആളുകൾ അവരെ നശിപ്പിക്കുന്ന പല സിദ്ധാന്തങ്ങളും ഐഡിയോളജീസും വിശ്വസിക്കുന്നുണ്ട്. അവരെ രക്ഷിക്കുന്ന സുവിശേഷം അവർക്ക് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ സാധിക്കുന്നില്ല. യോഹന്നാൻ 12:30, യോഹന്നാൻ 8:45 തൊട്ട്, ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത്? ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശം തിരസ്കരിച്ച, ക്രിസ്തുവിനെ എതിർത്ത യഹൂദന്മാരോട് ക്രിസ്തു പറയുകയാണ്, ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അവർക്ക് സത്യമല്ല വേണ്ടത്, വ്യാജമാണ് വേണ്ടത്. അതിന് കാരണം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ്. പിശാച് നുണ പറയുന്നവനും അതിൻ്റെ അപ്പനുമാണ്. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ല. ഇന്നും ഇതുപോലെ ധാരാളം ആളുകളുണ്ട്. നമ്മൾ സുവിശേഷ സത്യം, വചനത്തിലെ നിർമ്മലമായ യാഥാർത്ഥ്യങ്ങൾ ചിലരോട് പറഞ്ഞാൽ അവർ അത് തിരസ്കരിക്കാറുണ്ട്. ഞങ്ങളുടെ സഭയാണ് അല്ലെങ്കിൽ മതമാണ് വലുത്, ബൈബിളല്ല, ഞങ്ങളുടെ സഭയാണ് വലുത്, ആ സഭാപ്രബോധനമാണ് വലുത്, ആ സഭയുടെ പാരമ്പര്യമാണ് വലുത്, ബൈബിളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ആ സത്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. ഇതുപോലെ ഞങ്ങളുടെ വിശ്വാസം മതി, ഇതൊന്നും സുവിശേഷമൊന്നും ഞങ്ങൾക്ക് വേണ്ട, സത്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. യേശു പറയുന്നു, ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. യോഹന്നാൻ 12:39 തൊട്ട്,
അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയകാഠിന്യം. വിശ്വസിക്കാൻ സാധിക്കുക അതും ഒരു കൃപയാണ്. ഫിലിപ്പിയ ലേഖനം 1:29 പറയുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കുവാനും കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാനും വരം ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ആടുകൾ, ഈ ലോകത്തിൽ നിന്ന് ക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ജനങ്ങൾ, ക്രിസ്തു പറഞ്ഞതൊക്കെ വിശ്വസിക്കും, അനുസരിക്കും. കാരണം നല്ല ഇടയനായ യേശുവിൻ്റെ അജഗണത്തിൽപ്പെടുന്നവരാണ് അവർ. അവർ നല്ല ഇടയനെ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരും ഫോളോ ചെയ്യുന്നവരുമാണ്. അവർ അന്യന്മാരുടെ വ്യാജ ഉപദേശത്തെ വിശ്വസിക്കുന്നില്ല. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു. ഇവിടെ ഇതാ ക്രിസ്തു വചനം പറഞ്ഞിട്ടും അതിനെ തിരസ്കരിക്കുന്നവരോട് വീണ്ടും ക്രിസ്തു പറയുന്നത്, യോഹന്നാൻ 10:26, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ദൈവമക്കൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അന്യൻ്റെ ശബ്ദം കേൾക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ക്രിസ്തു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാനവയെ അറിയുന്നു, ഞാനവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. ഈ ലോകത്തിൽ നിന്ന് വിവിധ രീതിയിൽ സുവിശേഷം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിലെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും സുവിശേഷം കേട്ടിട്ടില്ല. അത് യാഥാർത്ഥ്യമാണെങ്കിലും സുവിശേഷം കേൾക്കുവാനുള്ള പല വഴികൾ ഇന്ന് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇൻ്റർനെറ്റ്, വിവിധ മാധ്യമങ്ങൾ വഴി. നേരിട്ട് ഒരു സുവിശേഷകൻ ഒരു വീട്ടിൽ ചെന്നില്ല എങ്കിലും സോഷ്യൽ മീഡിയാസ് എല്ലാം വഴി സുവിശേഷം കേൾക്കുവാനുള്ള ചില അവസരങ്ങളുണ്ട്. എങ്കിലും അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാലേ ആ സൈറ്റുകളിലേക്കെല്ലാം പോകാൻ സാധിക്കും. മറുഭാഗത്ത് ജനങ്ങൾ, രക്ഷിക്കപ്പെടാത്തവർ, യേശുവിനെ അറിയാത്തവർ ഒരിക്കലും സുവിശേഷം വിശ്വസിക്കരുത്. അതാരാണ് ആഗ്രഹിക്കുന്നത്? വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമയുണ്ട്. ക്രിസ്തുവിനെ മാത്രം ജീവിതത്തിൻ്റെ ഏക കർത്താവും രക്ഷിതാവും ആയി സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളായി സ്വർഗത്തിലേക്ക് പോകാം. പാപത്തെയും പിശാചിനെയും കീഴടക്കി ജീവിക്കാൻ സാധിക്കും. ദുരുപദേശം വിട്ട് സത്യത്തിലേക്ക് വരാൻ സാധിക്കും. പക്ഷേ അവിശ്വാസികൾ, സുവിശേഷം കേൾക്കാത്തവർ, ഈ സുവിശേഷം വിശ്വസിക്കാതിരിക്കുവാൻ പിശാച് ചിലരുടെ ഹൃദയം അന്ധമാക്കാറുണ്ട്. 2 കൊരിന്ത്യർ 4:4, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുന്നത് പിശാചാണ്. അവിശ്വാസികളുടെ മനസ്സ് അന്ധമാക്കി. പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട ചില വ്യക്തികളോട് ചിലപ്പോൾ സുവിശേഷം പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി നല്ല നിലത്ത് വീണ വിത്ത് മുളയ്ക്കും, പാറപ്പുറത്ത് വീണ വിത്ത് വേര് പിടിച്ച് വളർന്ന് ഫലം കൊടുക്കുന്നില്ല. ഇനി മുള്ളിനിടയിൽ വീണ വിത്ത് വളർന്നാലും മുള്ളുകൾ ഞെരുക്കി അതിനെ നശിപ്പിക്കുകയാണ്. ഫലം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വളർച്ച പൂർത്തീകരിക്കുവാനായി സാധിക്കുന്നില്ല. ഇനി ചിലരുടെ ഹൃദയത്തിൽ വചനമെന്ന വിത്ത് വീണാലും അവർ ലോകസ്നേഹികളാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ വീണ ഈ നിത്യജീവൻ്റെ വിത്തുകൾ, വചനങ്ങൾ പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോകും. ലൂക്കോസ് 8:12, വഴിയരികെയുള്ളവർ കേൾക്കുന്നവർ എങ്കിലും
അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കുവാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. പൊന്നും വെള്ളിയുമല്ല എടുത്തു കളയുന്നത് പിശാച്, അതിനേക്കാളൊക്കെ വിലയുള്ളതാണ്. പലരും ഇന്ന് പിശാചൻ്റെ നന്മ കൊണ്ടുപോകുമോ പൊന്നും വെള്ളിയും കൊണ്ടുപോകുമോ എന്നാണ് ഭയപ്പെടുന്നത്. അതിനേക്കാളും വിലയുള്ളതാണ് പിശാചിന് വേണ്ടത്. ലൂക്കോസ് 8:12 വഴിയരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും, അവർ വചനം കേൾക്കുന്നുണ്ട് എങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ. കേട്ടാൽ മാത്രം പോരല്ലോ സുവിശേഷം, വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടാൻ സാധിക്കും. വിശ്വസിക്കുന്നില്ലെങ്കിലോ രക്ഷിക്കപ്പെടാൻ പറ്റില്ല. ക്രിസ്തു പറഞ്ഞു ശിഷ്യന്മാരോട്, നിങ്ങൾ ഭൂലോകത്തെ എല്ലായിടങ്ങളിലും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ശിശുവിനല്ല സ്നാനം, സുവിശേഷം കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെടണം, ആ വ്യക്തി രക്ഷിക്കപ്പെടും. എന്നാൽ വിശ്വസിക്കാത്തവൻ, എന്ത് വിശ്വസിക്കാത്തവൻ? സഭാപ്രബോധനമല്ല, ഏതെങ്കിലും നേതാക്കളുടെ പ്രബോധനമല്ല, അക്കാര്യത്തെക്കുറിച്ചല്ല. യേശുവിൻ്റെ സുവിശേഷം, യേശുവിൻ്റെ വചനം, യേശുവിനെ തന്നെയും വിശ്വസിക്കാതിരിക്കുക. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ലൂക്കോസ് 8:12 വഴിയരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനമെടുത്തു കളയുന്നു. അടുത്ത 10 വാക്യങ്ങൾക്ക്. വിശ്വാസത്താൽ ജീവിക്കും ഞാൻ, ഈ ലോകയാത്രയിൽ തളരാതെ. വിശ്വാസമെന്നതോ ആശയിന്നുറപ്പും, കാണാത്ത കാര്യത്തിൻ നിശ്ചയമേ. വിശ്വാസത്താൽ ജീവിക്കും ഞാൻ, ഈ ലോകയാത്രയിൽ തളരാതെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം, പ്രതിഫലം ദൈവം തരും എന്നും വിശ്വസിക്കണം. യോഹന്നാൻ 5:44 തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? സാധാരണ മനുഷ്യർ മറ്റുള്ളവരെ ആദരിക്കാനും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുവാനും താല്പര്യമുള്ളവരാണ്. മനുഷ്യൻ്റെ ബഹുമാനം അത് വലിയ കാര്യമായി കൊണ്ട് നടക്കുന്നവരുണ്ട്. എത്രമാത്രം സ്വീകരണ ചടങ്ങുകളാണ് ഇന്നും ഉള്ളത്. പക്ഷേ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമനിമിത്തം സകലരും നിങ്ങളെ ദ്വേഷിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ ആദരിക്കും എന്നല്ല. എന്നാൽ അന്നത്തെ പള്ളിപ്രമാണികൾക്ക് ദൈവത്തിൽ നിന്നുള്ള ബഹുമാനമോ അംഗീകാരമോ അല്ലായിരുന്നു വേണ്ടിയത്. മനുഷ്യരിൽ നിന്നുള്ള ബഹുമാനം, മനുഷ്യരിൽ നിന്നുള്ള ബഹുമാനം, അംഗീകാരം, പുകഴ്ച, അത് താല്പര്യപ്പെടുന്നവർക്ക് സുവിശേഷം വിശ്വസിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാൻ പറ്റില്ല. അവർ ലോകസ്നേഹികളാണ്. ദൈവത്തിൻ്റെ അംഗീകാരമല്ല, മനുഷ്യരുടെ അംഗീകാരമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് പലരും ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകാത്തത്. ലോകത്തിൽ നിന്ന് ആദരവല്ല, നിന്ദയും പഴിയും കേൾക്കേണ്ടി വരും. യോഹന്നാൻ 5:44 തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? ഇന്ന് വിശ്വാസഗോളത്തിൽ പോലും ഈ ലോകത്തിൻ്റെ പ്രവണത കടന്നുകൂടി. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങുക, ശുശ്രൂഷകരെ വല്ലാതങ്ങ് ആദരിക്കുക, ആ ചടങ്ങുകൾ ഇന്ന് കൂടിക്കൂടി വരികയാണ്. മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആദരിക്കുക. പക്ഷേ ഈ ശ്രമത്തിൽ മറന്നു പോകുന്നത്, ഈ മനുഷ്യരൊക്കെ ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്നവർ ഞങ്ങളെ പുകഴ്ത്തുന്നുണ്ട്, വലിയ പരിപാടിയെല്ലാം വെച്ച് ഞങ്ങളെ ആദരിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ അന്നത്തെ ചില യഹൂദന്മാർക്ക് ക്രിസ്തുവിൻ്റെ അംഗീകാരം വേണ്ട,
തമ്മിലുള്ള അംഗീകാരം മതി. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയുള്ളവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവരന്വേഷിക്കുന്നത് തമ്മിലുള്ള ബഹുമാനം അതെങ്ങനെ വാങ്ങാം, അതിനുള്ള അവസരങ്ങൾ, വേദികൾ അവർ തന്നെ ഉണ്ടാക്കുന്നു. ഒരു വേദിയിൽ വെച്ച് ഒരു വ്യക്തിയെ വല്ലാതെ ആദരിക്കുന്നു. ആദരവ് സ്വീകരിച്ച വ്യക്തി തന്നെ ആദരിച്ച വ്യക്തികളെയും ആദരിക്കുന്നു. പക്ഷേ അവർ മറന്നു പോകുന്ന കാര്യം എന്താണ്? തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കുന്നു. അതിനുവേണ്ടി എന്തൊക്കെ സ്ഥാനങ്ങൾ, മാനങ്ങൾ നമുക്കുണ്ടാക്കാം. സെക്രട്ടറി ഉണ്ടാക്കണോ, ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ടാക്കണോ, ജനറൽ സെക്രട്ടറി, അങ്ങനെ എന്തെല്ലാം പദവികൾ. കാരണം ആ പദവികളൊക്കെ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പദവികൾ സ്വന്തമാക്കാൻ മത്സരം, ഇലക്ഷൻ, അത് കിട്ടിയാൽ എന്തോ വലിയ കാര്യമായി. ജയിച്ച് ആ പദവിയിലെത്തുന്നവരെ മറ്റുള്ളവർ ആദരിക്കുന്നു. അപ്പോൾ ആ പദവികൾ കിട്ടാൻ മനുഷ്യൻ തന്നെ ഉണ്ടാക്കി ഇത്തരം സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കുവാൻ എന്തു വഴിയാണ് വേണ്ടത്? അത് ലോകത്തിൽ കാണാം. പക്ഷേ അത് തന്നെ ഇന്ന് ചില സഭാ സംഘടനകളിലും കടന്നുകൂടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യേശുവിനെയോ യേശുവിൻ്റെ വചനത്തെയോ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ദൈവത്തിൻ്റെ അംഗീകാരമല്ല വേണ്ടത്, ദൈവത്തിൽ നിന്ന് വരുന്ന അംഗീകാരമല്ല, മനുഷ്യരിൽ നിന്നുള്ള ആദരവാണ് വേണ്ടത്. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. പക്ഷേ യേശുവിൽ വിശ്വസിച്ചില്ല എങ്കിലോ നിത്യജീവനൊന്നും കിട്ടാൻ പോകുന്നില്ല. 1 യോഹന്നാൻ 5:10 ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട്. ദൈവത്തിനൊരു പുത്രനുണ്ട്, അത് യേശുവാണ് എന്ന് വിശ്വസിക്കുവാൻ കഴിയാത്ത ധാരാളം പേർ. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദി ആക്കുന്നു. സുവിശേഷം വിശ്വസിക്കുന്നു. സുവിശേഷം വിശ്വസിച്ചാൽ രക്ഷയുണ്ട്. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു. വിശ്വസിച്ചവർക്ക് ആത്മരക്ഷ, നിത്യജീവന് കിട്ടി. പക്ഷേ ചിലർ സുവിശേഷം കേട്ടിട്ടും വിശ്വസിച്ചില്ല. യോഹന്നാൻ 12:38 കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചന നിവൃത്തിയാകുവാൻ ഇടവന്നു. യേശു ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി, ഭൂതബാധിതർ ബാധയിൽ നിന്ന് വിമുക്തരായി, നാനാതരത്തിലുള്ള രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇതെല്ലാം ചെയ്തത് എന്തിനാണ്? യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും തന്നിൽ വിശ്വസിക്കുക വഴി നിത്യജീവൻ ലഭിക്കുമെന്നും ആ കാര്യം തെളിയിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ക്രിസ്തു പറഞ്ഞ ഉപദേശങ്ങൾ, അവിടുന്ന് ചെയ്ത അടയാളങ്ങളെ കൊണ്ട് അവിടുന്ന് സ്ഥിരീകരിക്കുകയാണ് താൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അക്കാര്യം സ്ഥിരീകരിക്കാൻ വേണ്ടി ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തു. പക്ഷേ എന്നിട്ടും ഇത്രമാത്രം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് ചെയ്തിട്ടും അന്നത്തെ ആ ജനതയിൽ പലരും യേശുവിൽ വിശ്വസിച്ചില്ല. യോഹന്നാൻ 12:37 ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി, അവരെ വിട്ടുമറഞ്ഞു. അവർ കാണുകെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. അവർ കാണുകെ അവൻ, അതായത് യേശു, ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. ഇന്നും ചിലർ പറയാറുണ്ട്, അത്ഭുതങ്ങളൊക്കെ ചെയ്യട്ടെ, ഭയങ്കര അത്ഭുതങ്ങൾ, അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം.
മരിച്ചുപോയ ലാസർ ജീവൻ പ്രാപിച്ചു വന്നാൽ ധനവാൻ്റെ സഹോദരന്മാർ ദൈവത്തിൽ വിശ്വസിക്കുമെന്നാണ് ധനവാൻ പറഞ്ഞത്. അബ്രഹാം പറഞ്ഞു, ഈ മോശയുടെയും പ്രവാചകന്മാരുടെയും പുസ്തകങ്ങളുണ്ട്, മോശയും പ്രവാചകന്മാരെയും അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്താനും വിശ്വസിക്കില്ല. ഇന്ന് എന്ത് അത്ഭുതങ്ങൾ കർത്താവ് കാണിച്ചു കൊടുത്താലും വിശ്വസിക്കാൻ പറ്റാത്ത അവിശ്വാസമുള്ള ദുഷ്ടഹൃദയങ്ങൾ ഉണ്ട്. എന്നാൽ യാതൊരു അത്ഭുതവും അനുഭവിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം ബൈബിൾ വായിച്ചു, ആ ഒറ്റ കാരണത്താൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുണ്ട്. ക്രിസ്തു വചനം എവിടെ വചനം പറയുന്നുവോ, സത്യവചനം പറയുന്നുവോ, ആ വചനത്തെ സ്ഥിരീകരിക്കുവാൻ ക്രിസ്തു ഇന്നും അത്ഭുതം ചെയ്യുന്നുണ്ട്. ചിലർ വിശ്വസിക്കുന്നു, ചിലർ അത്ഭുതം കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞു. അവർ കാണുകെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. ഇനി വിശ്വാസികളായ നമ്മിലേക്ക് വരാം. നമ്മൾ വിശ്വാസികളാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്കില്ല. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ക്രിസ്തു നമ്മിൽ വസിക്കുന്നുണ്ട്. എത്രയോ എണ്ണമറ്റ അത്ഭുതങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. നമുക്ക് പാപക്ഷമ മാത്രമല്ല, നിത്യജീവൻ മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ അവിടുന്ന് അനുകൂലമാക്കി തന്നു. ആരോഗ്യം തന്നു, പണം തന്നു, താമസിക്കാൻ ഇടം തന്നു, വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കളെ തന്നു. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്തു. പക്ഷേ ഇത്രയെല്ലാം കർത്താവിനെ അനുഭവിച്ചറിഞ്ഞിട്ടും ചില കാര്യങ്ങളിൽ കർത്താവിനെ വിശ്വസിക്കാൻ കഴിയാതിരിക്കുക, അത് വലിയ ദ്രോഹമാണ്. മുഴുവനായിട്ടും കർത്താവിനെ ത്യജിക്കണമെന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിലെല്ലാം ഇതിലൊന്നും കർത്താവ് ഇടപെടും തോന്നുന്നില്ല. ഇതൊക്കെ ഞാൻ തന്നെ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് അങ്ങ് ചെയ്യാൻ ശ്രമിക്കാം. എബ്രായ ലേഖനം 3:12 സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ പലതവണ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരാണ്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂൺ. അതിനു മുമ്പ് ഈജിപ്ത് നാട്ടിൽ ഫറവോയുടെ മുമ്പാകെ മോശ എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 10 ബാധകൾ, അത്ഭുതങ്ങളുടെ പെരുമഴ. എന്നിട്ടും പല ഇസ്രായേൽ മക്കളും കർത്താവിനെ അവിശ്വസിച്ചു. സങ്കീർത്തനങ്ങൾ 78:19 തൊട്ട് ഇസ്രായേൽ മക്കൾ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. അനവധി നന്മകളും അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്ത ആ കർത്താവിനെ ഇപ്പോൾ ഇവർ അവിശ്വസിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 78:19 തൊട്ട് ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ദൈവത്തിന് അതും ഇതുമൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ഈ കാര്യം ചെയ്യാൻ പറ്റുമോ? അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? ചില കാര്യങ്ങളൊക്കെ കർത്താവിന് പറ്റും, പക്ഷേ ഈ കാര്യം സാധിക്കുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 78:32 ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു. അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. ഈ രോഗം മാറിയതോ? അത് ശരീരത്തിന് തന്നെ രോഗത്തെ സൗഖ്യമാക്കാനുള്ളൊരു കഴിവുണ്ട്, സ്വാഭാവികമായി മാറി. ഇത് യേശു ചെയ്തതല്ല. ആ ജോലി കിട്ടിയതോ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ സാധിച്ചതോ, ഇന്ന കാര്യം വാങ്ങാൻ സാധിച്ചതോ? അതെല്ലാം നടക്കും ലോകത്തിൽ. ഇതൊക്കെ ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കും നടക്കുന്നുണ്ടല്ലോ. അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളാണ്, അതിനെ പോലും അവിശ്വസിക്കുക. എന്നിട്ട് ഇതെല്ലാം നാച്ചുറലായി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇതിലൊന്നും കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല, അങ്ങനെ പറയുന്ന ആളുകൾ ഇന്നും ഉണ്ട്.
യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ, അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഇടയ്ക്ക് അവിശ്വാസം വന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമെങ്കിൽ യേശുവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ശിഷ്യന്മാർ ഒരിക്കൽ ഭൂതത്തെ പുറത്താക്കാൻ ശ്രമിച്ചു, അവർക്കതിന് പറ്റിയില്ല. മത്തായി 17:17 അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവിശ്വാസവും വക്രതയുമുള്ള തലമുറ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. ഇനി കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരുവൻ തോമസ്. യോഹന്നാൻ 20:27 പിന്നെ തോമസിനോട്, നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് കൂടെ നടന്ന ശിഷ്യനാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം യേശുവിൽ വിശ്വസിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി നിൻ്റെ കൈകളെ, എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസിന് വിശ്വാസം ഉണ്ടായി, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് ഏറ്റു പറയുന്നുണ്ട്. പക്ഷേ ക്രിസ്തു പറഞ്ഞു, നീ കണ്ടിട്ടാണ് വിശ്വസിച്ചത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പത്രോസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, പരിശോധന അനുഭവിക്കുന്ന ദൈവമക്കളോട്, നിങ്ങൾ അവനെ കണ്ടിട്ടില്ല എന്നിട്ടും വിശ്വസിക്കുന്നു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ നിഷേധിക്കില്ല എന്ന് പറഞ്ഞ് രക്തസാക്ഷികൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മർക്കോസ് 6:5 ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവിടെ ധാരാളം പേർക്ക് വലിയ അത്ഭുത സൗഖ്യങ്ങളെല്ലാം കൊടുക്കണമെന്ന് കർത്താവ് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അല്പം ചില സൗഖ്യങ്ങൾ മാത്രമേ നടന്നുള്ളൂ അവിടെ. എന്താ കാരണം? ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ അവിശ്വാസം നിന്നെ നശിപ്പിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:38 അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. പിതാവായ ദൈവം അയച്ച ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു. അവനിൽ ചില യഹൂദന്മാർ പള്ളിപ്രമാണികളെ വിശ്വസിച്ചില്ല. പക്ഷേ അവർ മോശയുടെ നിയമങ്ങളൊക്കെ പഠിച്ചവരാണ്. സത്യദൈവത്തിൻ്റെ വചനം അവരുടെ ഉള്ളിലില്ല. ക്രിസ്തു പറഞ്ഞു, അവൻ്റെ, അതായത് പിതാവായ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. യേശുവിനെ പിതാവായ ദൈവം അയച്ചു. യേശു ഏകരക്ഷിതാവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ നിത്യമായ സത്യങ്ങൾ ഉൾക്കൊള്ളാത്ത ഒരുവനിലും ദൈവത്തിൻ്റെ വചനം വസിക്കുന്നില്ല. നമ്മൾ തുടക്കത്തിൽ വായിച്ച വാക്യം ഇതാണ്, എബ്രായ ലേഖനം 11:6 എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എനിക്ക് വിശ്വസിക്കാൻ മനസ്സില്ല. അപ്പോഴോ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വസിച്ചാലോ ആത്മരക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിച്ചാലോ യേശുവിൻ്റെ രക്തത്താൽ പാപക്ഷമ പ്രാപിക്കാം. യേശുവിൽ വിശ്വസിച്ചാലോ നിത്യശിക്ഷാപതി മാറി സ്വർഗത്തിൻ്റെ അവകാശിയാകാം. യേശുവിൽ വിശ്വസിച്ചാലോ ലോകത്തിന് വരുവാനുള്ള മഹാ ദൈവക്രോധാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എന്നേക്കും വസിക്കാം. പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവൻ അഥവാ നിത്യജീവനുണ്ട്.
വിശ്വസിക്കാത്തവൻ്റെ മേൽ ദൈവക്രോധം ഇരിക്കുന്നുവെന്നേയുള്ളൂ ക്രിസ്തു പറഞ്ഞു. വിശ്വസിക്കുവാൻ പണച്ചെലവില്ല. വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും, സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും, ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തു മുഖാന്തരം 10 പൈസ കൂടാതെ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം 4:2 വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ വഷളാക്കി. പൗലോസ് സുവിശേഷം പറഞ്ഞപ്പോൾ ചില യഹൂദന്മാർ വിശ്വസിച്ചു, ജാതികൾ ധാരാളം വിശ്വസിച്ചു. ചില യഹൂദന്മാർ സുവിശേഷത്തോടെ എതിർത്തു. അവർ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെ അവർ സുവിശേഷ വിരോധികളായി മാറി. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. ഇന്ന് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. സുവിശേഷത്തോട് എതിർക്കുന്നവർ ദൈവമക്കളെ എതിർക്കുന്നു. ഇവിടെ സുവിശേഷം പറയാൻ പാടില്ല. ചർച്ചുകൾ തകർക്കുന്നു, വിശ്വാസികളെ കൊല്ലുന്നു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത പലപ്പോഴും അവിശ്വാസവും ശാഠ്യഹൃദയവും ഉള്ളവരായിരുന്നു. 2 രാജാക്കന്മാർ 17:14 എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശ്ശാഠ്യം കാണിച്ചു. ദുശ്ശാഠ്യം. ഒരിക്കലൊരു സഹോദരി എയ്ഡ്സ് വന്ന് മരിക്കാറായി. അവരുടെ യേശുവിനെക്കുറിച്ച് പറഞ്ഞു. അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടി. പക്ഷേ അവർ മറിയത്തെ സേവിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. മറിയ സേവ വിട്ട് യേശുവിലേക്ക് മാത്രം നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത്, മറിയത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ഞാൻ നിർത്തില്ല, മരിച്ചാലും കുഴപ്പമില്ല. യേശുവിൻ്റെ വചനങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അധികം വൈകാതെ അവർ മരിച്ചു. എല്ലാ മരണങ്ങളും ഇങ്ങനെയാണ്, അതല്ല ഇവിടെ പറയുന്നത്. ഭയങ്കര ദുശ്ശാഠ്യം ചിലർക്കുണ്ടാകാറുണ്ട്. ദൈവവചനത്തിലെ സത്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര ദുശ്ശാഠ്യം, എതിർപ്പ് കാണിക്കുക. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശ്ശാഠ്യം കാണിച്ചു. ഇനി യേശുവിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ, വിശ്വസിക്കാതിരുന്നാലോ? യോഹന്നാൻ 3:16 നമുക്കറിയാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം, സ്വന്തം പുത്രൻ സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വന്നു. പിതാവാണ് അയച്ചത്. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ക്രിസ്തു ക്രൂശിൽ മരിച്ചു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടു. അവിടുത്തെ രക്തം കൊണ്ട് പാപക്ഷമ ഏത് വ്യക്തിക്കും പ്രാപിക്കാം വിശ്വസിക്കുകയാണെങ്കിൽ. പക്ഷേ ആ സ്നേഹത്തെ എൻ്റെ പാപങ്ങളുടെ മോചനത്തിനും നരകശിക്ഷാവധി മാറ്റി എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനുമായി ദൈവം അയച്ച രക്ഷകനെ, ദൈവപുത്രനെ നിഷേധിക്കുക, ക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ല എന്ന് പറയുക, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയുക. അങ്ങനെ അവിശ്വാസികളായാൽ എന്ത് സംഭവിക്കും? യോഹന്നാൻ 3:18 അവനിൽ വിശ്വസിക്കുന്നവന്, ഇത് ക്രിസ്തുവിൻ്റെ തന്നെ വചനങ്ങളാണ്. അവനിൽ, യേശുവിൽ, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് ന്യായം ചോദിക്കുന്ന കർത്താവ് വരുന്നു. മനുഷ്യൻ്റെ നിസ്സാര വാക്കിന് പോലും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ പാപക്ഷമ പ്രാപിച്ചാൽ നമുക്ക് ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. അതായത് വിശ്വസിക്കാത്തവർക്കൊക്കെ ന്യായവിധിയുണ്ട് എന്നർത്ഥം. റോമാലേഖനം 8:1 ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന്, ആരിൽ വിശ്വസിക്കാത്തവൻ്റെ കാര്യമാണ് പറയുന്നത്? യേശുവിൽ വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഒരുവന് ഇപ്പോൾ തന്നെ ഞാൻ നരകത്തിലേ പോകൂ, ആ കാര്യം അവന് കൺഫേം ആക്കാൻ, ഉറപ്പാക്കാൻ പറ്റും. എന്താണ് ചെയ്യേണ്ടത്?
വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ ഏകജാതൻ യേശുവാണ്, ആ യേശു തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ, അത് പിതാവായ ദൈവം, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഓൾറെഡി അവൻ ന്യായവിധിക്കായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവക്രോധത്തിൽ നിന്ന് അവന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. യോഹന്നാൻ 3:36 പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. പുത്രനിൽ, ദൈവത്തിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഇനി യേശുവിനൊരു പ്രവാചകനായി വിശ്വസിക്കുന്നവരുണ്ട്. അത് അവരുടെ മേൽ വരാനുള്ള ദൈവക്രോധം മാറ്റുന്നില്ല. യേശുവിനൊരു സാമൂഹ്യക്ഷേമ പരിഷ്കർത്താവായി മാത്രം കാണുന്നവരുണ്ട്. യേശുവിനെ ഒരു നല്ല മനുഷ്യനായി കാണുന്നവരുണ്ട്. യേശുവിന് നിസ്സഹായനായ ഒരു മനുഷ്യനായി മറ്റുള്ളവരെല്ലാം ക്രൂശിച്ചു കൊന്നു, പാപം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ യേശു വാസ്തവത്തിൽ ആരാണ്? ദൈവത്തിൻ്റെ പുത്രനാണ്. എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇനി സകല മനുഷ്യരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗവും അവിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവധിയും. അതിനായി യേശു വരുന്നു. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് മോക്ഷം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. യോഹന്നാൻ 8:24 ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് യഹൂദന്മാരിൽ പലരും അംഗീകരിക്കുന്നില്ല. ക്രിസ്തു തന്നെ ജീവൻ്റെ മൊഴികൾ പറഞ്ഞിട്ടും ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള സത്യത്തെ ഉറപ്പാക്കുവാൻ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും യേശു ദൈവത്തിൻ്റെ പുത്രനാണ് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അതായത് നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് പാപമോചനം കിട്ടാതെ നിങ്ങൾ മരിക്കും. ഒരു വ്യക്തി ചെയ്ത പാപങ്ങൾക്ക് മോചനം കിട്ടാതെ മരിക്കുകയാണെങ്കിൽ അവന് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. പാപക്ഷമ നേടിയ വ്യക്തികൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. പാപങ്ങൾക്ക് ക്ഷമ കൊടുക്കുവാൻ ദൈവപുത്രനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏക വഴി. യേശു ക്രൂശിൽ മരിച്ചത് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. എന്നാൽ യേശുവിന് ദൈവപുത്രനായിട്ടോ ഈ ദൈവപുത്രൻ്റെ ക്രൂശ് മരണം വഴി ഞങ്ങൾക്ക് പാപമോചനം കിട്ടുമെന്നോ അന്നത്തെ ചില യഹൂദന്മാർ വിശ്വസിച്ചില്ല. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പാപക്ഷമ കിട്ടാതെ മരിക്കുക, അതാണ് ഏറ്റവും വലിയ ദുരന്തം. ക്യാൻസർ വന്ന് മരിക്കാം, അപകടത്തിൽ മരിക്കാം, വാർദ്ധക്യത്തിൽ മരിക്കാം, മരണം പല രീതിയിൽ വരാം. പക്ഷേ ചെയ്തു പോയ പാപങ്ങൾക്ക് പാപക്ഷമ ക്രിസ്തു വഴി കിട്ടാതെയാണ് മരിക്കുന്നതെങ്കിൽ ആ വ്യക്തികൾക്ക് ദൈവക്രോധം ഒഴിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല എന്ന് തിരുവചനം ആവർത്തിച്ച് പറയുന്നുണ്ട്. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും അഗ്നി തടാകത്തിൽ വലിച്ചെറിയപ്പെടും. യേശു തന്നെ നേരിട്ട് വന്ന് രക്ഷാമാർഗം അറിയിച്ചിട്ടും ചില യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തു എന്താണ് പറയുന്നത്? യോഹന്നാൻ 8:24 ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ, അതായത് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇന്ന് പിതാവായ ദൈവം തന്നെയാണ് യേശു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, യേശു പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ യേശു ദൈവത്തിൻ്റെ പുത്രൻ, അതാണ് യഥാർത്ഥ വിശ്വാസം. പത്രോസ് ചോദിച്ചു, അല്ല, യേശു തൻ്റെ ശിഷ്യരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പത്രോസ് പറയുമ്പോൾ യേശു പറയുകയാണ്, ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത്. സത്യം എന്താണ്? യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ, ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. ആ യാഥാർത്ഥ്യം ഈ യഹൂദന്മാർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ക്രിസ്തു പറയുകയാണ്,
ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ഏറ്റവും ശോചനീയമായ മരണം നേരത്തെ പറഞ്ഞതുപോലെ മഹാരോഗം വന്നുള്ള മരണമല്ല, പാപക്ഷമ കിട്ടാതെയുള്ള മരണം. പാപക്ഷമ കിട്ടി പൗലോസിന്. അദ്ദേഹം മരണത്തെ പേടിച്ചില്ല. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം, വിട്ടുപിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിലുണ്ടായിരിക്കുമെന്ന ഉറപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു.